എവിടെയോ പോണ്, അടുത്തൊന്നും പറഞ്ഞില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയിട്ടുള്ള എൻ്റെ പരിപാടികൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. സൺഡേ ആയിട്ട് എല്ലാവരും എന്തായാലും വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് പണികളുണ്ട് ഇന്ന്, നല്ല അധികം പണികളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്, അപ്പോൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ ഞാൻ എണീറ്റതേ താമസിച്ചാണ്. ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് കയറി കിടന്ന് അങ്ങ് ഉറങ്ങാം. അപ്പോഴേക്കും എന്താ ഉണ്ണിച്ചേട്ടൻ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ എവിടെ എല്ലാവരും പോയാലും ഇവക്ക് കൂടെ പോകണം, ഇല്ലെങ്കിൽ സീനാവും. ഇപ്പം എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ഇവളെയും കൊണ്ടേ പോകാൻ പറ്റുമെന്ന്. എന്നാലോ ജോലിക്ക് പോകാനട്ടോ ഇവളെ സമ്മതിക്കുകയില്ല, അപ്പോഴും കരച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞോട്ടിക്കും. പൊന്നു ടാറ്റാ, പൊന്നു ടാറ്റാ. ആ ശരി. അപ്പോൾ ഇത് അവരങ്ങോട്ട് പോയി. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ പൊന്നിന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കുറേ മരങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മരങ്ങൾ മുറിച്ചുകൊണ്ട് ബാക്കി ഒക്കെ കിടന്നപ്പോൾ അതൊന്ന് വെട്ടി ക്ലീൻ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് വെട്ടി ഇറങ്ങി കൊടുക്കാൻ. അങ്ങനെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാൻ അവിടെ ചെന്ന് കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വിറക് കിടക്കും കേട്ടോ, ഒരുപാട് വിറക്. അത് എണ്ണം എൻ്റെ അപ്പൂപ്പനും കൂടെ കൊണ്ടുവന്ന വിറകുകളാട്ടോ, കുറേ എവിടുന്നോ കൊണ്ടുവന്നതാണ്. പിന്നെ അതൊക്കെ ഒന്ന് വാരി വെക്കണം. അപ്പോഴേക്കും ഞാനൊന്ന് കിച്ചണിലോട്ട് പോയപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചിനി നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മരിച്ചിനിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ചോറും ഇതായിരുന്നു ഇന്നത്തത്. അത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കറിയുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇതാ അവിടെ തകൃതിയായിട്ട് പണിയിറക്കിനി. ഇന്ന് ഞാൻ സൺഡേ ആയതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ചിക്കനൊന്നും ഞാൻ കൈ തൊടാറില്ല. അപ്പോൾ ഞാൻ എന്തിനോ വേണ്ടി പുറത്തേക്ക് പോയതാണ്, പിന്നെ ഞാൻ മറന്നുപോയി എന്തിനു പോയെന്ന്. അപ്പോഴേക്കും നല്ല കാറ്റ് കേട്ടോ പുറത്ത്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല കാറ്റാണ്, എന്നാൽ മഴ പെയ്യോ അതും ഇല്ല, നല്ല ചൂട്. അപ്പോഴേക്കും എന്താ കൊച്ചിച്ചനും മോളും കൂടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിച്ചനും മോളും വന്നപ്പോൾ ഇതാ മുട്ടായി പൊന്നിട്ട് ഒരു മുട്ടായി കളഞ്ഞു പോയി. അവൾ ആ സങ്കടമായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിച്ചേട്ടൻ 2 കിറ്റ്കാറ്റ് കൊടുത്തു, അച്ചാമ്മയ്ക്കും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾ എനിക്ക് തരാതെ നേരെ അവൾ അച്ചാമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. എന്നിട്ട് പിന്നെ എൻ്റെ കൊച്ചെനിക്ക് കൊണ്ടു തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്ക് വേണമെന്ന് ചോദിച്ചു. പക്ഷേ വേണ്ട, നമുക്ക് ചെറിയൊരു കയ്യിൽ മുട്ടായി ഉണ്ട്, അത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് എൻ്റെ മുട്ടായി കിട്ടിയല്ലോ എന്ന് സന്തോഷമാണ് എൻ്റെ മുഖത്ത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കാപ്പി കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി. അത് നല്ല ചവറായിട്ട് കിടന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണല്ലോ, എല്ലാം ഫുള്ള് ക്ലീൻ ആക്കണം. അവിടെ ഫുള്ള് ലങ്കോലായിട്ട് കിടന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ടൈൽസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങ് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ചുടാൻ വേണ്ടി ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു, ദോശ ചുടണ്ട, ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്, നീ പോയി കഴി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലാഭമായല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഒന്ന് ഒതുക്കി. പിന്നെ ഉണ്ണിച്ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിനെ ഞാൻ വെള്ളത്തിലൊന്ന് എടുത്തിട്ടു, ഒരു പാത്രം എടുത്ത് വെള്ളത്തിൽ അങ്ങ് ചിക്കൻ തട്ടിയിട്ടു. എന്നിട്ട് ഞാൻ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ പ്ലേറ്റും എടുത്ത് ദോശയും എടുത്തു. അതുപോലെ തന്നെ നമുക്ക് ചമ്മന്തി ആയിരുന്നു കേട്ടോ. ദോശ എൻ്റെ ചമ്മന്തി ആയിരുന്നു, അതുകൊണ്ട് ചമ്മന്തിയും എത്തി അങ്ങ് ഒരു പെട്ടി പിടിച്ചു. അപ്പോൾ ഞാൻ പുറത്ത് കഴിക്കാനിരുന്നപ്പോഴേക്കും ചേട്ടൻ്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഞാനും അങ്ങിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോകാമെന്ന് വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ഇവിടെ മരിച്ചിനി അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണ എന്തൊക്കെ വീത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതാ അടുപ്പിൽ കഞ്ഞിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു പണി കിട്ടി. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ലപോലെ അഴുക്കായിട്ടിരിക്കുകയായിരുന്നു. അതിനൊന്ന് സോപ്പിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി ഒന്ന് കഴുകാൻ നിന്നില്ല, കാരണം അമ്മ നിൽക്കില്ല, ഇവിടെ ജോലി തിരക്കും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് അലക്കലിൻ്റെ അവിടെ ചെന്നാട്ടോ കഴുകിയത്. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഉണങ്ങും എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അവിടെ നിന്നൊന്ന് കഴുകിയെടുത്തോട്ടെ വൃത്തിയായിട്ട്.
കഴുകിയത് ഞാൻ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞു നീ അകത്ത് വയ്ക്കണ്ട, നീ പുറത്ത് കൊണ്ടുപോയി വെയിൽ ഒത്ത് ഉണങ്ങട്ടെന്ന്. അങ്ങനെയൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ മൊത്തത്തിൽ പൊന്നിൻ്റെ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ണിച്ചേട്ടൻ വിറകുകളും എല്ലാം വാരി അടുക്കി വയ്ക്കാൻ വേണ്ടി പോകണം. ഉണ്ണിച്ചേട്ടൻ മാത്രമല്ല വിചാരിച്ച അപ്പൂപ്പനും ഉണ്ട്. രണ്ടുപേരും കൂടെ വിറകെടുക്കൽ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പരിപാടിയില്ല, അതുകൊണ്ട് എനിക്ക് വിറകെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഉണ്ണിച്ചേട്ടൻ നല്ല പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ പൊന്നും സഹായിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. സഹായിക്കേണ്ട പേരിൽ അവിടെ നിന്ന് ഓട്ടമായിരുന്നു ജോലി. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വിറകിൻ്റെ കാര്യങ്ങളായിട്ട് അവർ അതിൽ ബിസി ആയിരുന്നു കേട്ടോ. കേസ് അവർ ഭയങ്കര പണിയിലാണ്. അതിൻ്റെ ഇടയിൽ പൊന്നും ചെന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കിടന്ന വിറകുകളെല്ലാം കൊണ്ടവർ അവിടെ അടുക്കി വെച്ചു. ഉണ്ണിച്ചാൻ്റെ ഡ്യൂട്ടിയാണ് അവിടെ വിറകടുക്കൽ. അപ്പോൾ എനിക്കിവിടെ പരിപാടികളുണ്ട്, ഞാൻ പരിപാടി ചെയ്യും. അപ്പോഴേക്കും ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരാളെ തകൃതിയായിട്ടുള്ള പണിയിലും കാര്യങ്ങളിലാണ്. പിന്നെ ഉണ്ണിച്ചേട്ടൻ ഒരു ചാക്ക് നിറയെ വിറക് കൊണ്ടുവന്ന് അവിടെ ഇനി വെക്കാൻ സ്ഥലമില്ല കേട്ടോ, ഫുൾ നിറഞ്ഞു കേട്ടോ വിറക്. അതുകൊണ്ട് ഇനി വീട്ടാവശ്യത്തിന് വേണ്ടി ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഉണ്ണിച്ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ വേണ്ടി തേരാപ്പാരാൻ നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചു. അപ്പോഴേക്കും ഞാനൊന്ന് മുറിയിലോട്ട് പോയിട്ട് റൂമിൽ നിന്ന് ഒന്ന് ക്ലീനാക്കി ഇടാമെന്ന് വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചങ്ങിട്ടു. എന്നിട്ട് ഈ ഒരു കർട്ടൻ കുറേ ദിവസമായിട്ട് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കർട്ടൻ വാങ്ങാം. എന്നിട്ട് അടിപൊളിയാക്കി. എപ്പോഴാണ് ഞാൻ കണ്ണാടിയിൽ മുഖം നോക്കാൻ വേണ്ടി പോയി കണ്ണാടി ഫുള്ള് ചീത്തയായിട്ടിരിക്കുന്നു. നമ്മുടെ കൈയൊക്കെ തൊട്ട് കണ്ണാടി ഫുള്ളില്ലാതെ. പിന്നെ ഞാൻ കൈ ഉടനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് പുറത്ത് പോയി അങ്ങ് ഇരുന്നു. നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് കൈ വേദനയാണ് അമ്മയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട്. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പൊന്നിൻ്റെ കളിപ്പാട്ടം എല്ലാം അവൾ പുറത്ത് സിറ്റ് ഔട്ടിലും കൊണ്ട് വാരി എറിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ തൂത്ത് വാരിയിട്ട് അതിൻ്റെ ഇടയിൽ പൊന്നിൻ്റെ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. വീണ്ടും അവൾ വന്ന് പുറത്തിരുന്നു. ഇവളെ ഓടും കേട്ടോ. അത് പേടിച്ചാണ് ഞാൻ കൂടുതൽ അവളെ പുറത്തിറക്കാത്തത്. റോഡിലോട്ട് ഓടിക്കളയും. അപ്പോൾ ഞാൻ തൂത്തുവാരി ഇറങ്ങിയപ്പോൾ ഇവിടെ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചപ്പോൾ തക്കാളി ചോറെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇവിടെ ആൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴേക്കും ഞാൻ ഒന്ന് ഇറച്ചിയൊക്കെ വെന്തോ നോക്കിയിട്ട് ഞാൻ ചോറും അതുപോലെ തന്നെ മരിച്ചിനിയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയും ഇട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. ഹായ് ഗൈസ്, ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ ഞങ്ങളിപ്പോൾ കറങ്ങാൻ പോവാണ്. എവിടെയോ പോണ്, അടുത്തൊന്നും പറഞ്ഞില്ല. ചേട്ടൻ്റെ വയ്യ, ജലദോഷം പിടിച്ചിട്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ പെട്ടെന്നൊന്നും ഒരുങ്ങി നമുക്കൊരു സ്ഥലം വരെ പോകുന്നത്. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ എവിടെ പോകണമെന്നൊന്ന്. അപ്പോഴേ ഞാൻ ചോദിച്ചു എവിടെ പോകണമെന്ന്. നീ ഒരുങ്ങിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി ഈ തലയിലിരിക്കുന്ന ചട്ടി കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, അതെൻ്റെ ഹെൽമെറ്റാണ്. എന്നിട്ട് ഞാൻ ചട്ടി കമത്തിയതുകൊണ്ടിരിക്കുന്നത് ഹെൽമെറ്റ്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഏതാണ് ആ സ്ഥലം, ആഴിമലയായിരുന്നു കേട്ടോ. ആഴിമലയിലാണ് പോയത്. ഞാൻ ഇത് സെക്കൻഡ് പ്രാവശ്യമാണ് പറഞ്ഞത് കേട്ടോ. അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ശിവ ടെമ്പിൾ എന്തോ ആണ് നമ്മുടെ ആഴിമല. അടിപൊളിയായിരുന്നു കേട്ടോ. ബീച്ചൊക്കെ സൂപ്പറാണ് അവിടെ ചെന്ന് നിൽക്കുക. പക്ഷേ ഇപ്പോൾ കുറേ സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തെടുത്തു കേട്ടോ. കുറേ സ്പേസ് ഒരു കാർ പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എടുത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും ഇപ്പം കൂടുതൽ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ചാടിയൊക്കെ ഇറങ്ങിയത്. അങ്ങനെ അവിടെ കുറേ നേരം ബീച്ചിൽ നിന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇങ്ങനെയൊക്കെ പുറത്ത് വന്നിട്ട് കുറേ മാസങ്ങളായി പുറത്തൊക്കെ ഇതേപോലെ ഒന്ന് കറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് സാധിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഏട്ടനും ഹാപ്പിയായിരുന്നു. പിന്നെ ആൾക്ക് തീരെ വയ്യ, ജലദോഷമായിരുന്നു. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മുകളിൽ കുറേ വീടുകളിരിക്കുന്ന ഓലമേഞ്ഞ അടിപൊളി കേട്ടോ. റിസോർട്ട് വല്ലതും ആണോ എന്ന് അറിയില്ല. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റിയ അടിപൊളി ഒരു സംഭവം പുതുതായിട്ട് ചെയ്തതെന്ന് തോന്നുന്നു. എന്തോ ഗുഹ കേവ് അങ്ങനെ എന്തോ സംഭവമായിരുന്നു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു പ്രാവശ്യം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ശിവൻ്റെ ടെമ്പിളിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. അവിടെ ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രയുള്ള വീഡിയോ.